ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹോം മെയ്ഡ് ഫെറേറോ റോഷർ ചോക്ലേറ്റിൻ്റെതാണ്. അപ്പോൾ നമ്മൾ സാധാരണ അറിയാം, പുറത്തുനിന്ന് വാങ്ങിക്കുന്നവർക്ക് അറിയാം, ഇത് നല്ലൊരു റേറ്റുള്ളൊരു ചോക്ലേറ്റാണ്. നമുക്കങ്ങനെ ഇത് വീട്ടിൽ വില കുറവിൽ നല്ല സിമ്പിളായിട്ട് അതുപോലെ ഈ ഒരു സെയിം ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. പക്ഷേ അത് നെക്സ്റ്റ് വീഡിയോ ഫെറേറോ റോഷർ കേക്കിൻ്റെതാണ്, അതും ഒന്ന് കണ്ടു നോക്കണം എല്ലാവരും. അപ്പോൾ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്കിത് ഉണ്ടാക്കിയിട്ട് പുറത്ത് മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലൊരു ചോക്ലേറ്റാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതെങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഇതുപോലുള്ള വാഫർ ഷെൽസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഏകദേശം കേക്കിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് എത്ര ആവശ്യമുണ്ടോ 1 kg അതുപോലെ 1/2 kg 250 വരെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് ഹാസൽനട്ടാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു വെള്ളക്കടല പോലെയൊക്കെ തോന്നും, പക്ഷേ ഇത് കുറച്ച് റേറ്റ് ഉണ്ട് ഈ ഒരു ഹാസൽനട്ടിന്. ന്യൂട്രലൊക്കെ ഈ ഒരു ഹാസൽനട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെയല്ല യൂസ് ചെയ്യുക, ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഞാൻ ഇതുപോലൊരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലേക്ക് വേണ്ടി നമുക്ക് ന്യൂട്ടല്ല വേണം. അപ്പം ന്യൂട്ടല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനായിട്ട് എളുപ്പത്തിനാണ്. പിന്നെ നമുക്കിതുപോലുള്ള കോമ്പൗണ്ട് ചോക്ലേറ്റ് വേണം. മിൽക്ക് കോമ്പൗണ്ടാണ് വേണ്ടത്. ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ട്, മിൽക്ക് കോമ്പൗണ്ട് തീർന്നു പോയതുകൊണ്ട് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തതേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, കുറച്ച് കയ്പ്പ് കൂടുതലായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇതുപോലുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ സെയിം ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് പൊതിയാനുള്ള ഒരു ചോക്ലേറ്റിൻ്റെ റാപ്പ് ഷീറ്റും വാങ്ങിക്കാൻ കിട്ടും, അതും വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഞാൻ ഈ ഒരു പാക്കറ്റിലാണ് വഫർ ഷെൽസ് വാങ്ങിച്ചത്. ഇതൊരു 50 രൂപയുടെ പാക്കറ്റിൽ ഇത് മുഴുവനായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് ഇത് ഹാസൽനട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ചെയ്യുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ചെറിയ കളർ മാറി വരും. എന്നിട്ട് അതിൽ നിന്ന് പകുതി ഭാഗം എടുത്തിട്ട് ഞാനൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചോക്ലേറ്റിൽ മിക്സ് ചെയ്യാനായിട്ടാണ്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മിൽക്ക് കോമ്പൗണ്ട് തന്നെ എടുക്കുക. ഡാർക്ക് കോമ്പൗണ്ടിനേക്കാളും കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷോപ്പിലെ സെയിം ടേസ്റ്റ് കിട്ടണമെങ്കിൽ മിൽക്ക് കോമ്പൗണ്ടാണ് നല്ലത്. അപ്പോൾ അധികം മധുരം ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഡബിൾ ബോയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ട്. അടിയിലൊരു പാത്രത്തിൽ വെള്ളം തിളക്കുമ്പോൾ മുകളിലത്തെ ബൗളിൽ നിന്ന് ഇതുപോലെ ചോക്ലേറ്റ് മെൽട്ടായി വരും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതിലൊട്ടും തന്നെ വെള്ളം പെടാതിരിക്കുക. അപ്പോൾ വെള്ളം പെട്ട് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഇതുപോലെ മെൽട്ടായി കിട്ടില്ല. അപ്പോൾ ഡബിൾ ബോയിലിന് പകരം മൈക്രോവേവ് ഓവൺ ഉള്ളവർ ഒരു 30 സെക്കൻഡ്സ് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കുമ്പോൾ നല്ല ഷൈനിങ് ആയിട്ട് വരും. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ അത്യാവശ്യം ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതി ഭാഗം ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം ന്യൂട്ടല്ല ചേർത്ത് കൊടുക്കുകയാണ്. ന്യൂട്ടല്ല ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ആ ഒരു വഫേഴ്സിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് അത്യാവശ്യം ഒരു തിക്കായിട്ട് വരും, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിന് ബാക്കിയുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഞാനൊരു കുഴിയുള്ള ബൗളിലേക്ക് തന്നെ മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു അളവിൽ ഏകദേശം ഒരു 8 ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള അളവേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് കൂടുതൽ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ഹാസൽനട്ട് പൊടിച്ച് ചേർക്കുന്നതിന് പകരം കാഷ്യൂ നട്ട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. വലിയൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ സാധാരണ ഒറിജിനാലിറ്റുള്ള ഹാസൽനട്ടാണ് ചേർക്കാറ് നമ്മുടെ ഈ ഒരു ഫെറേറോ റോഷർ ചോക്ലേറ്റിൽ. അപ്പോൾ ഇത് ബാക്കിയുള്ള ചോക്ലേറ്റിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ വാഫർ എടുത്തിട്ട് ഈ ഒരു ഷെല്ലിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ന്യൂട്ടല്ല അതുപോലെ ചോക്ലേറ്റും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വെറും ന്യൂട്ടല്ല മാത്രമായിട്ട് ഇതിൽ ഫില്ല് ചെയ്താലും നല്ല ടേസ്റ്റി തന്നെയാണ്.
അപ്പോൾ കറക്റ്റ് ഒരു ഷോപ്പിലെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു ഷെല്ലെടുത്തിട്ട് അതിൽ കൂടി നമ്മൾ ഈ ഒരു ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഷെല്ലിൽ കൂടി ഇത് യോജിപ്പിച്ച് വെക്കുകയാണ് വേണ്ടത്. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നന്നായിട്ട് തന്നെ ഒട്ടിക്കിടന്നോളും. അപ്പോൾ ഇതുപോലെ ഒട്ടിക്കിടക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചോക്ലേറ്റിൻ്റെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിൽ ഒന്നങ്ങ് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് ഒട്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് നിൽക്കും. ഇനി ഇതുപോലെ ബാക്കിയുള്ള ഷെല്ലൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം മുഴുവൻ വാഫേഴ്സും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സിലേക്ക്, ചോക്ലേറ്റും നമ്മുടെ നട്ട്സ് ഉണ്ടല്ലോ, അതായത് ഹാസൽനട്ട് മിക്സിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് അടുത്തതിന് ഒരു ബട്ടർ പേപ്പർ ഞാനൊരു പ്ലേറ്റിൽ വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബട്ടർ ഷീറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുഴുവൻ വഫർ ഷെല്ലും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു 1 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഇതുപോലെ കണ്ടില്ലേ, ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ചിലപ്പോൾ ചില ഭാഗത്ത് പൊങ്ങി നിൽക്കുന്നതാണ്. അതൊക്കെ നമ്മൾ കൈകൊണ്ടങ്ങ് പൊട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലുള്ള റാപ്പ് ഷീറ്റിലേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ ഇതുപോലെ റാപ്പ് ഷീറ്റും ഇതുപോലെ കപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പിന്നെ ഹാസൽനട്ട് കുറച്ച് റേറ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ പുറത്തിടുന്നത് കാഷ്യൂ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ഭംഗിക്ക് കൂടി ആ ഒരു ഫെറാറോ റോഷറിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പിലായിട്ട് ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഇതുപോലെ കപ്പൊക്കെ വാങ്ങിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോക്ക് താഴെ ചുവന്ന നിറത്തിലൊരു സബ്സ്ക്രൈബ് എന്നെഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും, അതിൽ 3 ഓപ്ഷൻസ് കാണാം. അതിൽ മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.